മാർച്ച് 22-ന് രാജ്യത്തിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാനൊരുങ്ങി ഭാരത കത്തോലിക്ക സഭ. ബംഗളൂരുവിൽ നടന്ന കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ 36ാമത് ദ്വിവാർഷിക അസംബ്ലിയുടെ സമാപനത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ ആഹ്വാനം. മതധ്രുവീകരണം നിലനിൽക്കുന്ന രാജ്യത്ത് സാമൂഹിക സൗഹാർദ്ദത്തെ തകർക്കുകയും ജനാധിപത്യത്തെ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെന്ന് CBCI നേരത്തെ പ്രസ്താവിച്ചിരുന്നു. വിഭജന മനോഭാവങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും മതമൗലികവാദ പ്രസ്ഥാനങ്ങളും എല്ലായ്പ്പോഴും രാജ്യത്തെയും അതിൻ്റെ ഭരണഘടനയെയും ചിത്രീകരിച്ചിട്ടുള്ള ബഹുസ്വര ധാർമ്മികതയെ ഇല്ലാതാക്കുന്നുവെന്ന ആശങ്കയുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങൾ ഒരിക്കലും ഹനിക്കാൻ പാടില്ല എന്നും CBCI പ്രസ്താവിച്ചു. ഉക്രൈനിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വലിയ രീതിയിൽ ഇടപെടുന്ന ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ യൂറോപ്യൻ മിഷൻ ഫെലോഷിപ്പിനെ അഭിനന്ദിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക്. 2023 മാർച്ച് മാസത്തിന്റെ അവസാനത്തിൽ 5 ലക്ഷത്തോളം പൗണ്ട് സംഘടനയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തിയ ക്യാമ്പയിനിൽ മാത്രം 1/2 ലക്ഷത്തോളം പൗണ്ടാണ് ലഭിച്ചത്. ഫെലോഷിപ്പിനെ അഭിനന്ദിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കത്തെഴുതുകയായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിൻ്റെ 2ാം വാർഷികം അടുത്തുവരവേ ഏകദേശം 1,70,00,000 ആളുകളാണ് ഉക്രൈനിൽ സഹായം കാത്തു കഴിയുന്നത്. അതേസമയം രാജ്യത്ത് 36 ലക്ഷത്തോളം ആളുകൾ ഭവനരഹിതരായി മാറിയെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക്. ഇതുവരെ ശേഖരിച്ച പണം 12 സഭകൾക്കും ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുമാണ് നൽകിയിരിക്കുന്നത്. അപരനോടുള്ള തുറവിയുടെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നതെന്നും അതിനാൽ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകണമെന്നും ഫ്രാൻസിസ് പാപ്പ. UK വംശജനും എഴുത്തുകാരനുമായ ഓസ്റ്റിൻ ഐവറിയുടെ ഫസ്റ്റ് ബിലോങ് ടു ഗോഡ് എന്ന പുതിയ ഗ്രന്ഥത്തിന് എഴുതിയ ആമുഖക്കുറിപ്പിലാണ് പാപ്പ ഇക്കാര്യം കുറിച്ചിരിക്കുന്നത്. ജീവിതം യഥാർത്ഥത്തിൽ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ സഹജീവികളോടുള്ള തുറവി ആവശ്യമാണെന്നും അതിന് നമ്മെ പ്രചോദിപ്പിക്കുന്നത് ജീവിതമെന്ന സമ്മാനം പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണെന്നുള്ള ബോധ്യമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. വയനാട്ടിൽ ആനയുടെ ചവിട്ടേറ്റ് ദാരുണമായി കൊല്ലപ്പെട്ട പടമലയിലെ അജിയുടെ കുടുംബാംഗങ്ങളെ കോഴിക്കോട് രൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലും രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻവീട്ടിലും വൈദിക സമൂഹവും സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെയും മക്കളെയും അജിയുടെ പ്രിയപത്നിയെയും അവർ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അജീഷിൻ്റെ കുടുംബത്തിനുള്ള കോഴിക്കോട് രൂപതയുടെ അടിയന്തര ധനസഹായമായ 1 ലക്ഷം രൂപ ബിഷപ്പ് കുടുംബാംഗങ്ങൾക്ക് നൽകി. റിസർവ് വനങ്ങളും വന്യജീവി സങ്കേതങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ വയനാട്ടിലെ കത്തോലിക്ക രൂപത അധ്യക്ഷന്മാരായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ്, ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം എന്നിവർ ചേർന്ന് സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു. സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രതിവിധി നാം നന്നാകുക എന്നാണെന്ന്, നന്നായാൽ ഒന്നാകും, ഒന്നായാൽ നന്നാകും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത ഉദ്ധരിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമയുടെ കബറിട ദേവാലയത്തിൽ നൽകിയ സന്ദേശത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒന്നാമത്തെ പ്രയോറിറ്റി അതാണ്. കുഞ്ഞുമായിട്ട് ഇന്ത്യയിൽ കുഞ്ഞു കവിതയാണ്, നല്ല കവിതയാണ്, ശിശുക്കാർക്ക് വേണ്ടി എഴുതിയതാണെന്ന് പ്രത്യേകം പറഞ്ഞു. പക്ഷെ മാറ്റി നോക്കുന്ന സാധനമായിട്ട് ഒന്നെഴുതാൻ ശരിയേണ്ട ഇടതോട്ട് ചെയ്യേണ്ട വലതോട്ട് ചെറിയൊരു കൂടിയൊരു നിറവേറ മാത്രം. ഒന്നായാൽ നന്നായി, നന്നായാൽ നന്നായി. അതിന് നമ്മുടെ സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളിലൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒന്നായാൽ നമുക്ക് വേണ്ടത് കുറേ കൂടെ ചേർത്ത് പിടിക്കാനുള്ള കഴിവാണ്. സീറോ മലബാർ സഭയുടെ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് പാലാ രൂപതയിലെ ഭരണങ്ങാനത്തും രാമപുരത്തും കുറവിലങ്ങാട്ടുമാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.